നമസ്കാരം. ഇന്ന് നടന്ന മുഴുവൻ വാർത്തകളും നോക്കാം ന്യൂസ് 360യിലൂടെ. ആദ്യം ഹെഡ്ലൈൻസ്. സ്വർണ്ണവില ലക്ഷം കടന്നു, ഒറ്റയടിക്ക് കൂടിയത് 1760 രൂപ. ബംഗ്ലാദേശ് ഡൽഹിയിൽ വിസ സേവനങ്ങൾ നിർത്തി, നയതന്ത്ര പോര് മുറുകുന്നു. നടിയെ ആക്രമിച്ച കേസ് അപ്പീൽ നൽകാൻ സർക്കാർ അനുമതി. രാംനാരായണന്റെ കുടുംബത്തിന് 5 ലക്ഷം, കർശന നടപടി വേണമെന്ന് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി. മ്യൂസിയം ഇൻ റെസിഡൻസ് ചരിത്ര പ്രാധാന്യ കരാറിൽ ഒപ്പുവെച്ച് നിധ മുകേഷ് അംബാനി. പഴകിയ ഭക്ഷണം ഇറക്കുമതി ചെയ്ത തീയതി തിരുത്തി വിൽപ്പന, ഡൽഹിയിൽ വൻ സംഘം പിടിയിൽ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് സ്വർണ്ണവില ചരിത്രത്തിൽ ആദ്യമായി 1 ലക്ഷം രൂപ കടന്നു. 1 പവൻ സ്വർണത്തിന് 1,01,600 രൂപ എന്ന റെക്കോർഡ് നിരക്കിലാണ് വ്യാപാരം നടക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ട് പവന് 1760 രൂപയും ഗ്രാമിന് 220 രൂപയുമാണ് വർദ്ധിച്ചത്. രാജ്യ തലസ്ഥാന നഗരിയെ നടുക്കി വീണ്ടും വൻ ഭക്ഷ്യസുരക്ഷാ വീഴ്ച. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ ഉൾപ്പെടെയുള്ള പഴകിയതും കാലാവധി കഴിഞ്ഞതുമായ ഭക്ഷ്യവസ്തുക്കൾ എക്സ്പയറി ഡേറ്റ് തിരുത്തി വിപണിയിലെത്തിക്കുന്ന വൻ സംഘത്തെ ഡൽഹി പോലീസ് ക്രൈംബ്രാഞ്ച് പിടികൂടി. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കുറഞ്ഞ വിലയിൽ എത്തിക്കുന്ന കാലാവധി തീരാറായ ഉൽപ്പന്നങ്ങൾ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ലേബലുകൾ മാറ്റിയാണ് ഇവർ വിൽപ്പന നടത്തിയിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് സംഘത്തിന്റെ തലവൻ അതുൽ ജലാൻ ഉൾപ്പെടെ 7 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നോർത്ത് വെസ്റ്റ് ഡൽഹിയിലെ ശ്രീനഗർ, മോദി നഗർ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഗോഡൌണുകളിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് കോടിക്കണക്കിന് രൂപയുടെ വ്യാജ ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത്. പ്രമുഖ ചോക്ലേറ്റ് ബ്രാൻഡായ ഷെർഷീസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. മുംബൈയിൽ നിന്നുമുള്ള ഇടനിലക്കാർ വഴി വിദേശ നിർമ്മിത ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ ശേഖരിക്കുന്ന സംഘം അവയിലെ കോഡുകളും അതുപോലെ തന്നെ നിർമ്മാണ തീയതികളും രാസവസ്തുക്കൾ ഉപയോഗിച്ച് മാച്ചു കളയുകയും പുതിയ തീയതികൾ പ്രിന്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് പതിവ്. ഇത്തരത്തിൽ പുതുക്കിയ ഉൽപ്പന്നങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴിയും നഗരത്തിലെ വിവിധ കടകൾ വഴിയും വൻ ഡിസ്കൗണ്ടുകളിലൂടെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. രാജ്യവ്യാപകമായ ശൃംഖലയുള്ള ഈ സംഘത്തിന് വിദേശത്തു നിന്നും സഹായം ലഭിക്കുന്നുണ്ടെന്നാണ് ഇപ്പോഴത്തെ പ്രാഥമിക നിഗമനം. ബംഗ്ലാദേശ് ഡൽഹി ഹൈക്കമ്മീഷൻ വിസ സേവനങ്ങൾ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെച്ചു. സുരക്ഷാ കാരണങ്ങളാലാണ് നടപടിയെന്ന വിശദീകരണം. ചത്തോഗ്രാമിലെ ഇന്ത്യൻ വിസ കേന്ദ്രം അടച്ചതിന് പിന്നാലെയാണ് ഈ നീക്കം. പാലക്കാട് വാളയാറിൽ മോഷണക്കുറ്റം ആരോപിച്ച് ആൾക്കൂട്ടം ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായണന്റെ കുടുംബത്തിന് ഛത്തീസ്ഗഡ് സർക്കാർ 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. കൊലപാതകം അങ്ങേയറ്റം മനുഷ്യത്വരഹിതമാണെന്ന് വിശേഷിപ്പിച്ച ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദിയോസായി സംഭവത്തിൽ ഉൾപ്പെട്ട പ്രതികൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കണമെന്ന് കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഛത്തീസ്ഗഡിലെ ശക്തി ജില്ലയിൽ നിന്നുമുള്ള ദളിത് വിഭാഗത്തിൽപ്പെട്ട രാംനാരായൺ ജോലി തേടിയാണ് കേരളത്തിലെത്തിയത്. എന്നാൽ വഴിതെറ്റിയെത്തിയ യുവാവിനെ ബംഗ്ലാദേശിയെന്നും മോഷ്ടാവെന്നും മുദ്രകുത്തി ഒരു സംഘം ആളുകൾ വളഞ്ഞിട്ട് തല്ലിച്ചതയ്ക്കുകയായിരുന്നു. ആൾക്കൂട്ട വിചാരണയും കൊലപാതകവും കേരളം പോലുള്ള ഒരു പരിഷ്കൃത സമൂഹത്തിന് നാണക്കേടുണ്ടാക്കുന്നതാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. മരണമടഞ്ഞ രാംനാരായണന്റെ കുടുംബത്തിന്റെ ദുരന്ത അവസ്ഥ പരിഗണിച്ച് അടിയന്തര ധനസഹായം നൽകുവാൻ ഛത്തീസ്ഗഡ് സർക്കാർ തീരുമാനിച്ചു. അതേസമയം കേരള സർക്കാരും കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നിലവിൽ 5 പ്രതികളെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും കേസിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അവർക്കെതിരെയും നടപടി വേണമെന്നും ഛത്തീസ്ഗഡ് സർക്കാരിന്റെയും രാംനാരായണന്റെയും കുടുംബത്തിന്റെ ആവശ്യം ഉയർന്നു. കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്ന രാംനാരായണന്റെ വിയോഗം തീരാ നഷ്ടമാണെന്നും നീതി ഉറപ്പാക്കാൻ സാധ്യമായ എല്ലാ ഇടപാടുകളും നടത്തുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ അപ്പീൽ നൽകാൻ സർക്കാർ അനുമതി നൽകി. DGPയുടെ ശുപാർശ അംഗീകരിച്ചാണ് നടപടി. വിചാരണ കോടതി തെളിവുകൾ വിലയിരുത്തുന്നതിൽ വീഴ്ച വരുത്തിയെന്നും ഏകപക്ഷീയമായ നിലപാട് സ്വീകരിച്ചെന്നും പ്രോസിക്യൂഷൻ വിലയിരുത്തുന്നു. ക്രിസ്മസ് അവധിക്ക് ശേഷം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. പ്രോസിക്യൂഷൻ നൽകിയ അപേക്ഷ DGP പരിശോധിച്ച് ആഭ്യന്തര സെക്രട്ടറി വഴി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൈമാറിയാണ് ഉത്തരവായത്.
നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിചാരണ കോടതി പുറപ്പെടുവിച്ച വിധിയിൽ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കുന്നു. കേസിലെ 8ാം പ്രതി ദിലീപിനെ ഉൾപ്പെടെ വെറുതെ വിട്ട കോടതി ഉത്തരവിനെതിരെ അപ്പീൽ നൽകാൻ സർക്കാർ ഔദ്യോഗികമായി അനുമതി നൽകി. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നൽകിയ ശുപാർശ ആഭ്യന്തര വകുപ്പ് വഴി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിക്കുകയും മുഖ്യമന്ത്രി ഫയലിൽ ഒപ്പുവെക്കുകയുമായിരുന്നു. ഇതോടെ വിചാരണ കോടതിയുടെ കണ്ടെത്തലുകളെ ഉയർന്ന കോടതിയിൽ ചോദ്യം ചെയ്യുവാനുള്ള പ്രോസിക്യൂഷന്റെ നീക്കങ്ങളാണ് വേഗതയേറിയിരിക്കുന്നത്. ഗൂഢാലോചന കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്ന കോടതിയുടെ നിരീക്ഷണം വസ്തുതകൾക്ക് വിരുദ്ധമാണെന്നാണ് സർക്കാർ നിലപാട്. വിചാരണ കോടതി തെളിവുകൾ വിലയിരുത്തുന്നതിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയെന്നും പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ഡിജിറ്റൽ തെളിവുകൾ വേണ്ടവിധം പരിഗണിച്ചില്ലെന്നും അപ്പീൽ ഹർജിയിൽ ചൂണ്ടിക്കാട്ടും. ഏകപക്ഷീയമായ നിലപാട് വിചാരണ കോടതി സ്വീകരിച്ചെന്നും കേസിലെ 1ാം പ്രതി പൾസർ സുനിയെ 8ാം പ്രതി ദിലീപും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന തെളിവുകൾ അവഗണിക്കപ്പെട്ടുവെന്നും പ്രോസിക്യൂഷൻ ശക്തമായി വാദിക്കുന്നു. ക്രിസ്മസ് അവധിക്ക് ശേഷം ഹൈക്കോടതി തുറന്നതോടെയായിരിക്കും അപ്പീൽ ഔദ്യോഗികമായി സമർപ്പിക്കുക. സ്പെഷ്യൽ പ്രോസിക്യൂഷൻ നൽകുന്ന റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച ശേഷമാണ് അപ്പീലുമായി മുൻപോട്ടു പോകുവാൻ DGP ശുപാർശ ചെയ്തത്. 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് ലഭിച്ച കഠിന തടവ് ശരിവെക്കുമ്പോൾ ഗൂഢാലോചനയിൽ പങ്കെടുത്തെന്ന് ആരോപിക്കപ്പെടുന്നവരെ വെറുതെ വിട്ടത് നീതിയുക്തമല്ലെന്ന ഉറച്ച നിലപാടാണ് സർക്കാരും ഇരയായ നടിയും. വരും ദിവസങ്ങളിൽ ഹൈക്കോടതിയിൽ നടക്കുന്ന നിയമ പോരാട്ടം ഈ കേസിൽ അതീവ നിർണായകമായിരിക്കും. പാലക്കാട് ആൾക്കൂട്ട മർദ്ദനത്തിൽ കൊല്ലപ്പെട്ട രാംനാരായണന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച് ഛത്തീസ്ഗഡ് സർക്കാർ. കൊലപാതകം മനുഷ്യത്വരഹിതമാണെന്നും പ്രതികൾക്കെതിരെ കർശന നടപടി വേണമെന്നും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദിയോ സായി ആവശ്യപ്പെട്ടു. പാലക്കാട് വാളയാറിൽ ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായൺ ആൾക്കൂട്ട മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ട കേസിൽ നിർണായക നീക്കങ്ങളുമായി പോലീസ്. ഇന്ന് അട്ടപ്പള്ളം സ്വദേശിയായ വിനോദ്, ജഗദീഷ് എന്നിവരെ കൂടി പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 7ആയി ഉയർന്നിരിക്കുകയാണ്. ഒളിവിൽ പോയ ബാക്കി 8 പ്രതികൾക്കായി തമിഴ്നാട് കേന്ദ്രീകരിച്ച് പോലീസ് തിരച്ചിൽ ശക്തമാക്കി. ഇവർ അതിർത്തി കടന്നെന്നാണ് ക്രൈംബ്രാഞ്ചിന് ലഭിക്കുന്ന സൂചന. മർദ്ദനമേറ്റ് മരിച്ച രാംനാരായണന്റെ മൃതദേഹം ഇന്ന് വിമാനമാർഗം സ്വദേശമായ റായ്പൂരിലേക്ക് കൊണ്ടുപോയി. മന്ത്രി കെ രാജന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും ഉറപ്പിലാണ് ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങിയത്. കുടുംബത്തിന് 10 ലക്ഷം രൂപ അടിയന്തര ധനസഹായം നൽകുമെന്നും സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. രാംനാരായണന്റെ ശരീരത്തിൽ 40-ലധികം മുറിവുകൾ ഉണ്ടായിരുന്നതായാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളിലെ ഞെട്ടിക്കുന്ന വിവരം. പ്രതികൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്നും കേസിൽ വംശീയ വിദ്വേഷം അടക്കമുള്ള വശങ്ങൾ ഗൗരവമായി പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചു. ഖത്തർ മ്യൂസിയവും നിത മുകേഷ് അംബാനി കൾച്ചറൽ സെന്ററും ഇന്ത്യയിലും ഖത്തറിലും മ്യൂസിയം ഇൻ റെസിഡൻസ് വിദ്യാഭ്യാസ സംരംഭങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള ചരിത്ര പ്രാധാന്യ കരാറിൽ ഒപ്പുവെച്ചു. ഇന്ത്യയിലെ നിത മുകേഷ് അംബാനി കൾച്ചറൽ സെന്ററും ഖത്തർ മ്യൂസിയവും സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ സഹകരിക്കുന്നതിനായി ചരിത്ര പ്രധാനമായ കരാറിൽ ഒപ്പുവെച്ചു. ഇഷ അംബാനിയും ഖത്തർ മ്യൂസിയം ചെയർപേഴ്സൺ ഷെയ്ഖ അൽ മയാസിയും ചേർന്നാണ് ഈ 5 വർഷത്തെ പദ്ധതി പ്രഖ്യാപിച്ചത്. മ്യൂസിയം ഇൻ റെസിഡൻസ് എന്ന ഈ സംരംഭത്തിലൂടെ ഖത്തർ മ്യൂസിയത്തിന്റെ അത്യാധുനിക പഠന രീതികൾ ഇന്ത്യയിലെ സ്കൂളുകളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും എത്തിക്കുവാനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കലയും അറിവും പങ്കുവെക്കുന്നതിനുമാണ് ലക്ഷ്യമാക്കുന്നത്. ഡൽഹിയിൽ വൻകിട ബ്രാൻഡുകളുടെ പഴകിയ ഭക്ഷ്യവസ്തുക്കൾ ഇറക്കുമതി ചെയ്ത തീയതി തിരുത്തി വിൽക്കുന്ന വൻ സംഘത്തെ പിടികൂടി. വിദേശത്ത് നിന്ന് അനധികൃതമായി എത്തിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ എക്സ്പയറി ഡേറ്റും ബാർകോഡും തിരുത്തിയാണ് വിൽപ്പന നടത്തിയിരുന്നത്. സംഭവത്തിൽ 7 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാജ്യവ്യാപകമായി പ്രവർത്തിക്കുന്ന സംഘത്തിന് വിദേശത്തും സഹായം ലഭിക്കുന്നുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഗുരുതരമായ തട്ടിപ്പാണിതെന്ന് അധികൃതർ വ്യക്തമാക്കി. രാജ്യ തലസ്ഥാന നഗരിയെ നടുക്കി വീണ്ടും വൻ ഭക്ഷ്യസുരക്ഷാ വീഴ്ച. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ ഉൾപ്പെടെയുള്ള പഴകിയതും കാലാവധി കഴിഞ്ഞതുമായ ഭക്ഷ്യവസ്തുക്കൾ എക്സ്പയറി ഡേറ്റ് തിരുത്തി വിപണിയിലെത്തിക്കുന്ന വൻ സംഘത്തെ ഡൽഹി പോലീസ് ക്രൈംബ്രാഞ്ച് പിടികൂടി. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കുറഞ്ഞ വിലയിൽ എത്തിക്കുന്ന കാലാവധി തീരാറായ ഉൽപ്പന്നങ്ങൾ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ലേബലുകൾ മാറ്റിയാണ് ഇവർ വിൽപ്പന നടത്തിയിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് സംഘത്തിന്റെ തലവൻ അതുൽ ജലാൻ ഉൾപ്പെടെ 7 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നോർത്ത് വെസ്റ്റ് ഡൽഹിയിലെ ശ്രീനഗർ, മോദി നഗർ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഗോഡൌണുകളിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് കോടിക്കണക്കിന് രൂപയുടെ വ്യാജ ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത്. പ്രമുഖ ചോക്ലേറ്റ് ബ്രാൻഡായ ഷെർഷീസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. മുംബൈയിൽ നിന്നുമുള്ള ഇടനിലക്കാർ വഴി വിദേശ നിർമ്മിത ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ ശേഖരിക്കുന്ന സംഘം
അവയിലെ കോഡുകളും അതുപോലെ തന്നെ നിർമ്മാണ തീയതികളും രാസവസ്തുക്കൾ ഉപയോഗിച്ച് മാച്ചു കളയുകയും പുതിയ തീയതികൾ പ്രിന്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് പതിവ്. ഇത്തരത്തിൽ പുതുക്കിയ ഉൽപ്പന്നങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴിയും നഗരത്തിലെ വിവിധ കടകൾ വഴിയും വൻ ഡിസ്കൗണ്ടുകളിലൂടെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. രാജ്യവ്യാപകമായ ശൃംഖലയുള്ള ഈ സംഘത്തിന് വിദേശത്തു നിന്നും സഹായം ലഭിക്കുന്നുണ്ടെന്നാണ് ഇപ്പോഴത്തെ പ്രാഥമിക നിഗമനം. ഇന്ന് ഇതുവരെയുള്ള പ്രധാന വാർത്തകൾ അവസാനിച്ചു. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി നാളെ കാണാം.